എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ രസകരമായ ഒരു ഐറ്റമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മലബാറിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് വീടുകളിലൊക്കെ പ്രത്യേകം പറയുന്ന ഒരു പ്രത്യേക പലഹാരം അല്ലെ. എന്താ അതിന്റെ പേരെന്താണ്? ചൊറപ്പത്തിരി. പല പത്തിരിയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചൊറപ്പത്തിൽ എന്താണ്, ആ ചൊറപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ടേസ്റ്റ് എന്താണ്, അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മള് ഇറച്ചി ബീഫിനെ ഇറച്ചി വേവിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്ത് സവാള നല്ലോണം കൊത്തി അരിഞ്ഞ് പിന്നെ പച്ചമുളക് കരുവേപ്പിന്റെ ഇലയൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം ഈ ഇറച്ചി ആയിട്ട് വഴറ്റുക, ഗരം മസാല ചേർക്കുക, പിന്നെ നല്ലൊരു അതിൻ്റെ ഒരു കൂട്ട് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ ഗന്ധശലം നെയ്ച്ചോറൊക്കെ നരിയും പിന്നെ കുറച്ച് നല്ല പൊന്നിയരിയും കൂടെ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ഗ്രൈൻഡറിൽ അരച്ചിട്ട് തേങ്ങാപ്പാലിൽ കലക്കും. നല്ല നേർങ്ങനെ കട്ടി ഉണ്ടാവാൻ പാടില്ല. അതിൽ കുറച്ച് ഗരം മസാലയും ഏലക്കായ് പൊടി ചേർത്ത് അങ്ങനെ അതിൻ്റെ മാവ് തയ്യാറാക്കും. എന്നിട്ട് നമ്മൾ അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ച് ഒരു കിണ്ണം വെച്ച് നെയ്യ് ഒഴിക്കും. എന്നിട്ട് അതിൽ അരിമാവിൻ്റെ കൂട്ട് ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച ഇറച്ചീൻ്റെ മിശ്രിതം ഇങ്ങനെ നിറച്ചിങ്ങനെ പരത്തി ഇങ്ങനെ ഇടും. എന്നിട്ട് അവിടെ മൂടി വെക്കും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് ആറിയതിന് ശേഷം പിന്നെയും നെയ്യ് ഒഴിക്കും, മാവ് ഒഴിക്കും, ഇറച്ചി ഇങ്ങനെ ഇടും, മൂടി വെക്കും. അങ്ങനെ ഒരു കിണ്ണം നിറയുന്നവരങ്ങനെ ചെയ്യും. അതാണ് ഞാൻ ചൊറപ്പത്തിൽ നിന്ന് അതിനെ പറയുന്നത്. ഇങ്ങനെ ചൊറയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് കാരണം ഇത് വീട്ടിൽ നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന സംഭവം തന്നെയാട്ടോ. കാരണം മലബാർ ലൈറ്റ് ആണെങ്കിലും എല്ലാവർക്കും ഏത് ദേശത്തുള്ളവർക്കും പരീക്ഷിക്കാവുന്ന ലൈറ്റാണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് വേറെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ ഏതായാലും. ഇതിന്റെ ചെറിയ പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ടേസ്റ്റി ആയിട്ടുണ്ട്. ബീഫും കൂടെ ചേർത്തുകൊണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. നേരത്തെ ഒരു വിഭവം നമുക്ക് നേരത്തെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പുതിയൊരു വിഭവം ഇന്ന് നമുക്ക് എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്? കുഞ്ഞിപ്പത്തിലാണ്. അപ്പൊ കുഞ്ഞിപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അരിപ്പൊടി വെള്ളം തിളപ്പിച്ചിട്ട് അരിമാവ് കുഴച്ചെടുക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഇതാക്കി നമ്മളിങ്ങനെ പരത്തിയെടുക്കണം. എന്നിട്ട് അത് ആവിയിൽ വെന്തതിന് ശേഷം നമ്മളതിനുള്ള ഒരു അരപ്പ് തേങ്ങ ഉള്ളി ജീരകവും അരച്ചിട്ട് അതിൽ ഉള്ളി വെളിച്ചെണ്ണ നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി മുറിച്ച് തൂമിച്ചിട്ട് ഈ അരപ്പായി ഒഴിക്കുക. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം നമ്മൾ കുഞ്ഞിപ്പത്തിൽ പരത്തി വെന്ത കുഞ്ഞിപ്പത്തിലൊക്കെ അതിലിട്ട് പിന്നെ അതിങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പോഴത്തേന് നമ്മൾ അതിലുള്ള ചേർക്കാനുള്ള ഇറച്ചിയുടെ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഏതെങ്കിലും ഒരു മിക്സിങ് മസാലയൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം അതിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ റെഡിയായ കുഞ്ഞിപ്പത്തിലാണിത്. വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ, വലിയ ജീരകം, ഉള്ളി എന്നിവ അരച്ചെടുത്ത് അതിൽ പിന്നെ തൂമിച്ചിട്ട് നെയ്യും വെളിച്ചെണ്ണയും വെച്ച് അതിൽ ചെറിയ ഉള്ളിയിട്ട് തൂമിച്ചിട്ട് ഈ അരപ്പ് അതിൽ വെച്ച് തിളച്ചതിന് ശേഷം കുഞ്ഞിപ്പത്തിലിട്ട് പിന്നെ അതിലേക്ക് ഇപ്പോൾ ഇറച്ചി മിക്സ് ചെയ്ത കുഞ്ഞിപ്പത്തിലത് ചിക്കനാണിത് ചെയ്തത്. ചിക്കൻ വലിയ മുളകും ഉള്ളിയെല്ലാം ഇട്ട് വേവിച്ചിട്ട് മസാലയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് ഇത് മിക്സ് ചെയ്തതാണ്. ഇതിപ്പം എല്ലാം റെഡിയായ സാധനമുണ്ട്. അപ്പൊ നബീസുമ്മ ഉണ്ടാക്കിയ ഈ കുഞ്ഞിപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വിഭവങ്ങൾ നമ്മൾ ഇനി വീണ്ടും പരിചയപ്പെടുത്തുന്നതായിരിക്കും അല്ലെ. കുറെ വിഭവങ്ങൾ ഉണ്ട് ഇവരുടെ കൈവശം. അത് മുഴുവൻ നമുക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മുടെ ചാനലിന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.